ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാലഞ്ചൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് പഠിക്കുന്നില്ലേ? കുറച്ച് ആൾക്കാർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അത് പഠിച്ചെടുത്തിട്ട് വീട്ടിലുള്ളവരോട് പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇംഗ്ലീഷ് എന്തായാലും നമ്മുടെ ലൈഫിൽ ആവശ്യമാണ്. അപ്പോൾ പറ്റുന്നവർ പഠിക്കുക. ആവശ്യമില്ലാത്തവർ, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ആനിമൽസിനെ കുറിച്ചാണ്. ആനിമൽസ്, ജന്തുക്കൾ. അതായത് കുട്ടികൾക്ക് നമ്മൾ ആനിമൽസിനെ പറ്റി പറഞ്ഞു കൊടുക്കില്ലേ? അപ്പൊ അവരോട് ചോദിക്കുന്ന ചെറിയ ചെറിയ കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ആണ്, കുട്ടി കുട്ടി ചോദ്യമാണ് ഇന്നത്തെ ലെസണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ, ഏത് മൃഗങ്ങളാണ്, അതായത് ഏതൊക്കെ മൃഗങ്ങളാണ് പാൽ തരുന്നത്? വിച്ച് ആനിമൽസ് ഗിവ്സ് അസ് മിൽക്ക്? അപ്പൊ ഏതൊക്കെ മൃഗങ്ങളാണ് നമുക്ക് പാല് തരുന്നത്? അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വിച്ച് ആനിമൽസ് ഗിവ്സ് അസ് മിൽക്ക്? അപ്പൊ ഏതൊക്കെ മൃഗങ്ങളാണ് നമുക്ക് പാല് തരുന്നത്? ഗോട്ട്, കൗ, ബഫല്ലോ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കൗ. ഒരു നാട്ടിലൊക്കെ ആണെങ്കിൽ കുറെ ആളുടെ വീട്ടിലുണ്ടാവും കൗ. പിന്നെയോ ഗോട്ട്, ആട്. കൗ എന്ന് പറഞ്ഞാൽ പശു. പിന്നെ അടുത്തത്, ഏത് മൃഗമാണ് കുരയ്ക്കുന്നത്? വിച്ച് ആനിമൽ ബാർക്സ്? ഏത് മൃഗമാണ് കുരയ്ക്കുന്നത്? എങ്ങനെ കുരക്കുക? അപ്പോൾ ഏതാണ്? ഡോഗ്. ഡോഗ് എന്ന് പറഞ്ഞാൽ പട്ടി. ഓക്കെ, വിച്ച് ആനിമൽ ബാർക്സ്? ഡോഗ്. ഏത് മൃഗത്തിനാണ് തുമ്പിക്കൈയുള്ളത്? വിച്ച് ആനിമൽ ഹാസ് എ ട്രങ്ക്? ഏത് മൃഗത്തിനാണ് തുമ്പിക്കൈയുള്ളത്? വിച്ച് ആനിമൽ ഹാസ് എ ട്രങ്ക്? ദ എലഫന്റ്. ആർക്കാ തുമ്പിക്കൈയുള്ളത്? ആന. നിങ്ങൾ എപ്പോഴെങ്കിലും ഗുരുവായൂർ ആനത്താവളത്ത് പോയിട്ടുണ്ടോ? അവിടെ ഒരുപാട് ആനയെ കാണാനുണ്ട്. പോയിട്ടില്ലാത്തവർ ഫാമിലി ആയിട്ട് പോവുക. അപ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഏത് മൃഗത്തിനാണ് നീണ്ട കഴുത്തുള്ളത്? വിച്ച് ആനിമൽ ഹാസ് എ ലോങ് നെക്ക്? വിച്ച് ആനിമൽ ഹാസ് എ ലോങ് നെക്ക്? ഏത് ആനിമലിനാണ്? ജിറാഫ്. സൂയില്, അതായത് ഏതെങ്കിലും സൂയില് പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. അതായത് സൂ എന്ന് പറഞ്ഞാൽ എന്താ? മൃഗശാല. അപ്പോൾ എവിടെയെങ്കിലും മൃഗശാലയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ലോങ് നെക്കുള്ള ആനിമൽ ഏതാണ്? ജിറാഫ്. ഏത് മൃഗമാണ് നമുക്ക് കമ്പിളി തരുന്നത്? വിച്ച് ആനിമൽ ഗിവ്സ് അസ് വൂൾ? ഏത് മൃഗമാണ് നമുക്ക് കമ്പിളി തരുന്നത്? വിച്ച് ആനിമൽ ഗിവ്സ് അസ് വൂൾ? ആരാണ് നമുക്ക് കമ്പിളി തരുന്നത്? ഷീപ്പ്. ആരാണ് തരുന്നത്? ഷീപ്പ്. ഏത് പക്ഷിയാണ് രാത്രിയിൽ മൂളുന്നത്? വിച്ച് ബേർഡ് ബൂട്ട്സ് അറ്റ് നൈറ്റ്? വിച്ച് ബേർഡ് ഹൂഡ്സ് അറ്റ് നൈറ്റ്? വിച്ച് ബേർഡ് ഹൂഡ്സ് അറ്റ് നൈറ്റ്? ആരാണ് രാത്രിയിൽ മൂളുന്നത്? രാത്രിയിൽ മൂളുന്ന ആരാ? ഔൾ. മൂങ്ങ. ആരാണ്? ഔൾ. ഏതൊക്കെയാണ് വേട്ടയാടുന്ന മൃഗങ്ങൾ? വിച്ച് ആർ ദ ബീറ്റ്സ് ഓഫ് പ്രേ? ഏതൊക്കെയാണ് വേട്ടയാടുന്ന മൃഗങ്ങൾ? വിച്ച് ആർ ദ ബീറ്റ്സ് ഓഫ് പ്രേ? ഏതൊക്കെയാ? നമ്മുടെ കാട്ടിലെ ഭയങ്കര കുറച്ച് ക്രൂരമായ മൃഗങ്ങൾ ഏതൊക്കെയാ? ലയൺ, ടൈഗർ, ലിയോപാർഡ്. ലയൺ, സിംഹം, ടൈഗർ, കടുവ, ലിയോപാർഡ്. ഓക്കെ, അപ്പോൾ ആനിമൽസിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഏതു മൃഗങ്ങളാണ് പാൽ തരുന്നത്? വിച്ച് ആനിമൽസ് ഗിവ്സ് അസ് മിൽക്ക്? ഏതു മൃഗമാണ് കുരയ്ക്കുന്നത്? വിച്ച് ആനിമൽസ് ബാർക്ക്? ഏതു മൃഗത്തിനാണ് തുമ്പിക്കൈയുള്ളത്? വിച്ച് ആനിമൽ ഹാസ് എ ട്രങ്ക്? ഏതു മൃഗത്തിനാണ് നീണ്ട കഴുത്തുള്ളത്? വിച്ച് ആനിമൽ ഹാസ് എ ലോങ് നെക്ക്? ഏതു മൃഗമാണ് നമുക്ക് കമ്പിളി തരുന്നത്? വിച്ച് ആനിമൽസ് ഗിവ്സ് അസ് വൂൾ? ഏതു പക്ഷിയാണ് രാത്രിയിൽ മൂളുന്നത്? വിച്ച് ബേർഡ് ഹൂഡ്സ് അറ്റ് നൈറ്റ്? ഏതൊക്കെയാണ് വേട്ടയാടുന്ന മൃഗങ്ങൾ? വിച്ച് ആർ ദ ബീറ്റ്സ് ഓഫ് ദ പ്രേ? അപ്പൊ നമുക്ക് കൊച്ചുകുട്ടികൾക്ക്, വീട്ടിലുള്ള കൊച്ചുകുട്ടികൾക്ക് ഈ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്. അപ്പോൾ ഇത്
കൊച്ചുകുട്ടികൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും. അപ്പൊ ഇത് പഠിക്കുക, എന്നിട്ട് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ പറയാനുള്ളത്, ഇപ്പം കുറച്ചു കാലമായി നമ്മളെ ഗെറ്റ് ടുഗദർ എല്ലാം വെക്കുന്നത്, അതായത് പഠിച്ചിറങ്ങിയിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആ കലാലയത്തിലേക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പഠിച്ച എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കും. അതൊക്കെ ഇന്ന് നല്ല രീതിയിൽ അല്ല പോകുന്നത്. ഇപ്പൊ കണ്ണൂരിൽ 2-3 ദിവസം മുന്നേ ഒരു കൊലപാതകം നടന്നു. അതായത് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പണവും 30 പവനും 4 ലക്ഷം രൂപയും എടുത്ത് കൂടെ പഠിച്ച ഒരാളുടെ കൂടെ ഒരു കൊച്ച് പോയി. എന്നിട്ട് അവര് തന്നെ കേസ് കൊടുത്തു, വീട്ടിലുള്ളവർ തന്നെ കേസ് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ താക്കോല് വെക്കുന്ന സ്ഥലം, വീട്ടിൽ വേറെ ഒന്നും മോശമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് കീ അതുപോലെ വെച്ചിട്ടുണ്ട്. കള്ളം കയറിയതാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് കാണുമല്ലോ, പക്ഷെ എങ്കില് ഒന്നും മാറിയിട്ടില്ല. അപ്പൊ അന്ന് ഒരു മകന്റെ ഭാര്യ അവിടുന്ന് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ പോലീസിന് ഡൗട്ട് അടിച്ചു, പിന്തുടർന്നു. അങ്ങനെ പിടിക്കാന്നുള്ള രൂപത്തിലെത്തിയപ്പം അവളുടെ കാമുകന്റെ കൂടെ ഹോട്ടലിൽ മുറിയെടുത്തിട്ടാണ് ഉണ്ടായിരുന്നത്. ദേഷ്യം വന്ന കാമുകൻ അവളെ കൊന്നു. അപ്പോ കുറച്ച് സമയത്തേക്കുള്ള സുഖത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഇങ്ങനെയുള്ള സ്ത്രീകളെ പറ്റി നമ്മൾ എന്താ പറയുക? അതായത് എന്താ പറയാന്ന് വെച്ചാല്, കഷ്ടപ്പെട്ടിട്ട് നമ്മളെ വളർത്തുന്ന അച്ഛനെ ആലോചിക്കുക. അതായത് നമ്മളെ കല്യാണം കഴിയുന്നവരെ എന്തായാലും നമ്മുടെ അച്ഛനായിരിക്കുമല്ലോ നമ്മളെ വളർത്തുക. അവരുടെ മുഖം ഓർമ്മിക്കുക. അത് കഴിഞ്ഞിട്ടാകുമ്പം അതായത് ചിലപ്പം കമ്പനി ജോലി അല്ലെങ്കിൽ എപ്പോഴൊന്നും ജോലി ഉണ്ടാവണം എന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ്, അതായത് പണിയില്ലെങ്കിൽ പോലും മറ്റു കൂട്ടുകാരുടെ അടുത്തുനിന്നോ എവിടെന്നെങ്കിലും പണം ഒപ്പിച്ച് നമ്മളെ പറ്റുന്ന രീതിയിൽ നോക്കുന്ന, അതായത് ഉണ്ടാവുമ്പോൾ നല്ല രീതിയിൽ നോക്കും, ഇല്ലാത്തപ്പോൾ അതിനനുസരിച്ച് നോക്കുന്ന ഹസ്ബൻഡുമാരെയും ഒന്ന് ഓർക്കുക. ആ അച്ഛനെയും, അതായത് നമ്മളെ പോറ്റുന്നവരുടെ മുഖം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള ഒരു സ്ത്രീകളും ഇങ്ങനെ പോവില്ല. അതായത് വിദ്യാഭ്യാസമുള്ള ആരും പോവില്ല. എപ്പോഴും നമ്മുടെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെയും ഇപ്പം നമ്മളെ സംരക്ഷിക്കുന്ന ഹസ്ബൻഡ്സ്മാരെയും ഓർക്കുക. അവർ മനസ്സിൽ ഉള്ളിടത്തോളം കാലം വിദ്യാഭ്യാസമുള്ള സംസ്കാരമുള്ള ഒരു സ്ത്രീയും അങ്ങനെ പോവില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കൂടെ ഒന്നും കൂടി പറയാനുള്ളത്, നമ്മൾ പൗഡർ യൂസ് ചെയ്യാറില്ലേ? പൗഡർ യൂസ് ചെയ്യുമ്പം പൗഡർ പഫ് ഉപയോഗിച്ചിട്ട് പൗഡർ ഇട്ടാൽ, നമ്മൾ സാധാരണ കൈയിനെ കൊണ്ടെടുത്ത് ഇങ്ങനെ ഇടൂലേ? ഇപ്പൊ ചില എന്റെ ഫ്രണ്ട്സ് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തിട്ടുണ്ടല്ലോ. ഞാൻ വെളുത്തിട്ടൊന്നുമില്ല. അതായത് നമ്മൾ റൂമിന്റെ ഉള്ളിൽ നിന്നാണ് ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പൊ നമ്മളെ പൗഡർ പഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, 25 രൂപയുള്ളൂ. ആ പൗഡർ പഫ് എടുത്തിട്ട് അതിനെ കൊണ്ട് പ്രസ് ചെയ്തിട്ട് നമ്മളെ മുഖത്ത് പൗഡർ ഇടുകയാണെങ്കിൽ പൗഡർ നല്ല രീതിയിൽ നമ്മളെ ഫേസുമായിട്ട് ബ്ലെൻഡായി നിൽക്കും. അപ്പൊ നമുക്ക് മേക്കപ്പ് ഇട്ട ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി എല്ലാവരും പൗഡർ ഉപയോഗിച്ചിട്ടിടുക? പൗഡർ പഫ് ഉപയോഗിച്ചിട്ടിടുക. പൗഡർ മുഖത്ത് ബ്ലെൻഡ് ആവും, നല്ല ഒരു മേക്കപ്പ് ഇട്ട ഒരു ലുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.